ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇന്നലെ നടന്ന ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, ജനങ്ങൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പ്രഖ്യാപനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടിയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഈ ബജറ്റിൽ ക്ഷേമ പെൻഷനുകൾ 1600 രൂപയിൽ എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏപ്രിൽ മാസം മുതൽ 1600 രൂപയായി വിതരണം തുടങ്ങും. ജനുവരിയിലാണ് 1500 രൂപയിൽ ഇത് എത്തിച്ചിട്ടുള്ളത്. അതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. ബജറ്റിലെ വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് ക്ഷേമ പെൻഷനുകൾ 1600 രൂപ ആക്കി എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭക്ഷ്യക്കിറ്റിൻ്റെ കാര്യമാണ്. ഭക്ഷ്യക്കിറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ വരെ, ജനുവരി മുതൽ ഏപ്രിൽ വരെ 4 ഭക്ഷ്യക്കിറ്റ് കൂടി വിതരണം ചെയ്യുമെന്നും ഈ പ്രഖ്യാപനത്തിലുണ്ട്. മറ്റൊരു കാര്യം, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, 10 കിലോ അരി നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് നൽകുമെന്നാണ്. കിലോക്ക് 15 രൂപ നിരക്കിലായിരിക്കും ഈ ഒരു 10 കിലോ അരി നൽകുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രവാസികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രവാസികളുടെ ക്ഷേമ പെൻഷനുകൾ 3500 രൂപയിൽ എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം കെ ഫോണിൻ്റെ കാര്യമാണ്. അതായത് KSEB നടപ്പിലാക്കുന്ന ഇൻ്റർനെറ്റ് ശൃംഖല കെ ഫോണിൻ്റെ ആദ്യഘട്ടം ഫെബ്രുവരിയിൽ ആരംഭിക്കും. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയാണ് ആദ്യ ഇടനാഴി. BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് ഇൻ്റർനെറ്റ് നൽകുന്നതായിരിക്കും. ലൈഫ് മിഷനിലൂടെ 1.5 ലക്ഷം വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും. തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമായി 75 ദിവസം തൊഴിലെടുത്ത ആളുകൾക്ക് ഉത്സവ ഭത്ത നൽകും. ഫെബ്രുവരി മുതൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്കുള്ള ക്ഷേമനിധി ഏർപ്പെടുത്തും. എല്ലാ വീടുകളിലും ലാപ്ടോപ്പ് ഉറപ്പാക്കും. തൊഴിൽ നഷ്ടപ്പെട്ട് വരുന്ന പ്രവാസികൾക്ക് ഏകീകൃത തൊഴിൽ പദ്ധതി നടപ്പിലാക്കും. 100 കോടി രൂപയാണ് ഇതിനു വേണ്ടി വകയിരുത്തിയിട്ടുള്ളത്. തൊഴിലന്വേഷകരുടെ വിവരങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന വയോജനങ്ങൾക്ക് മരുന്ന് വീട്ടിൽ എത്തിച്ചു നൽകും. പാലിയേറ്റീവ് കെയർ വാഹനങ്ങൾക്ക് നികുതി ഇളവ് നൽകുന്നതായിരിക്കും. കേരള ലോട്ടറി സമ്മാനത്തുക വർദ്ധിപ്പിക്കും. സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശാ വർക്കർമാർക്ക് അലവൻസ് 1000 രൂപ വർദ്ധിപ്പിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് 50 രൂപ വർദ്ധിപ്പിച്ചു. തേങ്ങയുടെ സംഭരണ വില 5 രൂപ കൂട്ടി 32 രൂപയാക്കിയിട്ടുണ്ട്. നെല്ലിൻ്റെ സംഭരണ വില 28 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പുരപ്പുറ സോളാർ ചെറുകിട പദ്ധതിക്ക് 250 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് ഓട്ടോകൾക്ക് 30,000 രൂപ വരെ സബ്സിഡി അനുവദിക്കും. ഈ ഒരു ബജറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇതിലേറെ കൂടുതൽ കാര്യങ്ങളുണ്ട്, മറ്റു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇത് ജനങ്ങൾക്ക് നേരിട്ട് ഉപകാരങ്ങൾ ലഭിക്കുന്ന പല പദ്ധതികളും ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.